ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഒരു ചട്ടി ബിരിയാണിയാണ് ഉണ്ടാക്കിയത്. ദമ്മ് ചെയ്ത് വെച്ചതാണ്. ഇപ്പോൾ ഉണ്ടാക്കുന്ന വീഡിയോ എടുക്കാൻ മറന്നുപോയി. അപ്പോൾ ഉണ്ടാക്കിയതിന് ശേഷമുള്ള വീഡിയോ ആണ് എടുത്തത്. ഒന്ന് നോക്കി എന്ത് രസമുണ്ട് കാണാൻ തന്നെ രസമാണ്. പിന്നെ ടേസ്റ്റ് പറയാനേ ഇല്ല. ഹെൽത്തി ആയതുകൊണ്ടാണ്, ഹെൽത്തി വേർഷൻ ആ ഒരു രീതിയിലാണ് ഉണ്ടാക്കിയത്. എണ്ണ കുറച്ചിട്ട്, അതും ഓയിലില്ല, ഒലിവ് ഓയിലാണ് ഉണ്ടാക്കിയത്. ഗീ ഒട്ടും യൂസ് ആക്കിയിട്ടില്ല, ഓനിയന് ഫ്രൈ ആക്കിയിട്ടില്ല. അങ്ങനെ ആ ഒരു ഹെൽത്തി ആയിട്ടുള്ള രീതിയിലാണ് ഈ ബിരിയാണി ഉണ്ടാക്കിയത്. നല്ല ടേസ്റ്റായിരുന്നു, ഒന്നും പറയാനില്ല. ഇതുപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കണം, നല്ല ടേസ്റ്റാണ്. ഈ ഡയറ്റൊക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് ബിരിയാണിയൊക്കെ തിന്നാൻ പൂതിയാകുന്ന സമയത്ത് ഈ ഒരു രീതിയിലൊക്കെ ഉണ്ടാക്കിയിട്ട് ഒരു തവണ ഒക്കെ തിന്നുന്നതിനൊന്നും ഒരു കുഴപ്പമില്ല. കുട്ടിപ്പട്ടാളങ്ങളെ സൗണ്ടാണ് ബേക്കുന്നത് കേൾക്കുന്നത് കേട്ടോ. ഞാൻ റൈസ് വെച്ചിട്ടുണ്ടായിരുന്നത് കുക്കറിലായിരുന്നു. മസാല ആണ് ചട്ടിയിൽ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. ചിക്കൻ കൊണ്ടുള്ള ബിരിയാണിയായിരുന്നു ഉണ്ടാക്കിയത്. എന്നിട്ട് ചട്ടിയിലേക്ക് ദമ്മിടുകയായിരുന്നു ചെയ്തത്. ഈ മസാല ഉണ്ടാക്കിയ ചട്ടിയിലേക്ക് ദമ്മിടുകയായിരുന്നു ചെയ്തത്. അങ്ങനെ തന്നെയാണല്ലോ എല്ലാവരും ചെയ്യൽ. ഈ ദമ്മിട്ട ചോറ് ഞാൻ കുക്കറിലേക്ക് തന്നെ ഇട്ടിട്ട് മസാലയിൽ മിക്സ് ആയിട്ടുള്ള കുറച്ച് റൈസ് ഉണ്ടാവുമല്ലോ, അതും ഇട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ആ ഒരു യെല്ലിഷ് കളറ് റൈസിൻ്റെ എല്ലാ ഭാഗത്തേക്കും എത്താൻ വേണ്ടിയിട്ട് നമ്മൾ പൊതുവേ ചെയ്യുന്ന പോലെ തന്നെ. കട്ടകളൊക്കെ നന്നായി ഉടച്ചിട്ട് എടുക്കുക. ഈ റൈസ് നല്ലൊരു പാകം വേവിലാണ് കിട്ടിയിട്ടുള്ളത്. ഒട്ടി പിടിക്കുക അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. പ്ലേറ്റിലേക്ക് ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ഷേപ്പിൽ കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തിരുന്നു. പക്ഷേ ഒറ്റ കൈ കൊണ്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്, അതുകൊണ്ട് അത് ഫ്ലോപ്പായി. അല്ലെങ്കിലും അതിലൊന്നും വലിയ കാര്യമില്ലല്ലോ, നമുക്ക് തിന്നുമ്പോൾ ടേസ്റ്റാണല്ലോ വേണ്ടത്. ഇതിൻ്റെ മസാലയൊക്കെ നമ്മൾ എണ്ണയിൽ ഈ ഒനിയൻ ഫ്രൈ ചെയ്യാതെയാണ് ഉണ്ടാക്കിയത്. അപ്പോൾ നമ്മൾ വിചാരിക്കും ഗീ ഒന്നും യൂസ് ആക്കാതെ ഉണ്ടാക്കുന്നതുകൊണ്ടും ഫ്രൈ ആക്കാതെ ഉണ്ടാക്കുന്നതുകൊണ്ടൊക്കെ ടേസ്റ്റ് കുറയൂലേ എന്നുള്ളത്. പക്ഷെ ഇങ്ങനെ ഒരു തവണ ട്രൈ ചെയ്ത് നോക്കണം, നല്ല ടേസ്റ്റാണ്. അപ്പം ഞാൻ തിന്നിട്ട് വരാം. നല്ല ഹോട്ട് വാട്ടറും കൂടി ഇതിൻ്റെ കൂടെ വെച്ചിട്ട് പപ്പടവും ചമ്മന്തിയും ഒക്കെ വേണം കേട്ടോ. പക്ഷെ ഞാനതൊന്നും ഇന്ന് ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.